ഇന്ത്യയിൽ നിന്നും പുറത്തേക്കോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കോ നിങ്ങൾ സാധനങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരായിരിക്കും ഫെഡെക്സ്. ഫെഡെക്സ് എന്ന് പറഞ്ഞ ഈ കൊറിയർ സർവീസിന്റെ ലോഗോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ എന്താണ് ഫെഡും എക്സും എഴുതിയിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ചു നോക്കുവാണെങ്കിൽ അതിന്റെ അവസാനമുള്ള ഇയും എക്സും ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ആരോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കമ്പനി എന്നും മുന്നോട്ടാണ് ചിന്തിക്കുന്നത്, എന്നും മുന്നോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ആരോ എന്നാണ് ഫെഡെക്സ് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലുള്ള പല സെറ്റ് ഓഫ് ബോക്സുകളിലും അല്ലെങ്കിൽ കുറേയധികം കമ്മ്യൂണിക്കേഷൻ റൗട്ടറുകളിലുമെല്ലാം നിങ്ങൾ സിസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു ബ്രാൻഡിന്റെ ലോഗോയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ സത്യത്തിൽ ഈ ഒരു സിസ്കോ ബ്രാൻഡിന്റെ മുകളിലുള്ള വരകൾ ആക്ച്വലി വേവുകളാണോ? അല്ല. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഈ ഒരു ബ്രിഡ്ജിന്റെ ഒരു വിഷ്വലൈസേഷനാണ് ആ ഒരു ലോഗോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു ഓഡിയോ ബ്രാൻഡാണ് ബീറ്റ്സ്. ബീറ്റ്സ് എന്ന കമ്പനി ഇൻഡിവിജ്വലായിട്ട് റൺ ചെയ്തപ്പോൾ വളരെയധികം സെയിലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കണ്ട് ആപ്പിൾ അവരുടെ എയർപോർട്ട്സ് ഇറങ്ങണമെങ്കിൽ ഇവരായിരിക്കും ഏറ്റവും വലിയ റൈവൽസ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ബീറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയെ ആപ്പിൾ വാങ്ങിയായിരുന്നു. എന്നാൽ ഈ ഒരു ബീറ്റ്സിന്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടത്തിൽ ബി എന്ന് എഴുതിയിട്ടുണ്ട്, സ്വാഭാവികം. പക്ഷേ ഈ ഒരു വട്ടം ഒരു മനുഷ്യന്റെ തലയും ആ ഒരു തലയിൽ ഒരു ഹെഡ്ഫോൺ വെച്ചിരിക്കുന്ന രീതിക്കാണ് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വളരെ സുപരിചിതമായ ഒരു പേരായിരിക്കും ഒറാക്കിൾ. യെസ്, ആൻഡ് ആ ഒരു ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനി അക്വയർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് സൺ മൈക്രോ സിസ്റ്റംസ്. ഈ സൺ മൈക്രോ സിസ്റ്റത്തിന്റെ ലോഗോ ഇതൊരു ആംബിഗ്രാം ആണ്. ആൻഡ് ഈ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ കുറേയധികം യു തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ആക്ച്വലി അത് മീൻ ചെയ്യുന്നത് SUN എന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മൾ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന രീതിക്കാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും തന്നെ ചവറണക്കിന് സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നത് നമ്മുടെ സ്വന്തം ആമസോൺ. ഈ ഒരു ആമസോണിന്റെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലോഗോ അല്ലെങ്കിൽ ഒരു ആമസോണിന്റെ ലോഗോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ എന്ന് സാധാരണ എഴുതിയിട്ടുണ്ട്. ആൻഡ് താഴെ ഒരു ചെറിയൊരു ആരോ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു ആരോ സൂചിപ്പിക്കുന്നത് പുഞ്ചിരിയെയാണ്. ആൻഡ് പുഞ്ചിരി മാത്രമല്ല, ഈ ഒരു ആമസോൺ എന്ന വെബ്സൈറ്റിൽ A മുതൽ Z വരെയുള്ള ഏത് സാധനവും ലഭിക്കും എന്നുള്ളത് കാണിക്കാനാണ് എയിൽ നിന്നും ഇസഡിലേക്ക് ഈ ഒരു പുഞ്ചിരി പോലത്തേക്കുന്ന ആരോ വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഉബുണ്ടുയുടെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവിൻ്റെ ഒരു സിമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു വട്ടത്തിൽ 3 കുത്തുകളൊക്കെ ഇട്ടിട്ടുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. ആക്ച്വലി ഈ ഒരു ഉബുണ്ടുയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിനെ സൂചിപ്പിക്കാനായിട്ട് 3 ആൾക്കാർ കൈ കോർത്ത് നിൽക്കുന്ന ഒരു വട്ടമാണ് ഈ ഒരു ഉബുണ്ടുവിൻ്റെ ലോഗോ. പണ്ട് കാലത്ത് വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ നമ്മൾക്കൊരു ഫോട്ടോ കാണണമെങ്കിൽ വിൻഡോസിൻ്റെ ഇമേജ് വ്യൂവർ ഉണ്ട്. അല്ലാതെ നമുക്ക് ഫോട്ടോ കാണാൻ ഉപയോഗിച്ചിരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്കാസ. ഈ ഒരു പിക്കാസ കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഫോണുകളിലും ഉപയോഗിച്ചായിരുന്നു. സോ പിക്കാസോയുടെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ ഷട്ടർ ഇങ്ങനെ അടയുന്ന കൂട്ട് ഒരു ഫീലാണ് ആ ഒരു ലോഗോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ലോഗോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു നെഗറ്റീവ് സ്പേസിൽ ഒരു കുഞ്ഞൻ വീട് ഒളിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. സോ ഇതുകൊണ്ട് പിക്കാസോ ഉദ്ദേശിച്ചത് പിക്കാസോ ഈസ് എ ഹോം ഓഫ് ഫോട്ടോസ്. ഫോട്ടോകളുടെ ഒരു കൂടാരമാണ് അല്ലെങ്കിൽ ഒരു വീടാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ലോകത്തിൽ പല ആൾക്കാർക്കും പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ആൻഡ് ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പിൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു പിൻട്രസ്റ്റ് വെബ്സൈറ്റിൻ്റെ ആ ഒരു ലോഗോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിൻട്രസ്റ്റിൻ്റെ പിഹിൻ്റെ അടുക്കി ചെറിയൊരു മുള്ളാണ് ഈ പോലെ കൂർത്ത പോർഷൻ കാണാൻ പറ്റും. യെസ്, ആക്ച്വലി ഒരു പിന്ന് കുത്തി വെച്ചിരിക്കുന്ന രീതിക്കാണ് ഈ ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ ദിവസവും തന്നെ വളരെ ലാവിഷ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്ലൂടൂത്ത്. ശരിയല്ലേ? ഒരു ദിവസം പോലെ നമ്മൾ ബ്ലൂടൂത്തിനെ കുറിച്ച് പറയാത്ത ദിവസമില്ല. ബ്ലൂടൂത്ത് ഓൺ ആക്കോ, ഓഫ് ആക്കോ, ബ്ലൂടൂത്ത് ഇയർഫോൺസ്, ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ്, ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ച്. സോ ആക്ച്വലി ഈ ഒരു ബ്ലൂടൂത്ത് എന്താണ്? അതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ലോഗോ എൻ്റെ BOK. ആ ബീൻ്റെ പുറകെ എന്നാണ് ഒരു ചെറിയൊരു വാല്. ആക്ച്വലി ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ ഈ പേര് വന്നിരിക്കുന്നത് മിഡീവൽ വൈക്കിംഗ് കിങ് ആയിട്ടുള്ള ഹെറാൾഡ് ബ്ലൂടൂത്ത്. ഈ ഒരു ഹെറാൾഡ് ബ്ലൂടൂത്തിൽ നിന്നുമാണ് ഈ പേര് വന്നിരിക്കുന്നത്. ആൻഡ് പഴയ റൂണിക് ആൽഫബറ്റ് അനുസരിച്ച് H എഴുതുന്നത് സ്റ്റാർ രൂപത്തിലും B എഴുതുന്നത് ഇത്തരത്തിലുമാണ്. അതുകൊണ്ട് ആ ഒരു Hഉം Bയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ബ്ലൂടൂത്ത് സിമ്പിൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോഗോ വ്യത്യസ്തമായിരുന്നു അല്ലേ? ജസ്റ്റ് മൈക്രോസോഫ്റ്റ് എന്നിങ്ങനെ സ്ലാൻഡിങ് രീതിയിൽ എഴുതിയിരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു ലോഗോ അവർ മാറ്റിയിട്ട്
ഇത്തരത്തിലുള്ളൊരു വിൻഡോസിൻ്റെ ഷേപ്പിൽ പല കളറുകൾ കൊടുത്ത് മൈക്രോസോഫ്റ്റ് നേടിയിട്ടുണ്ട്. പല ആൾക്കാരും വിചാരിച്ചു ഓക്കെ വിൻഡോസ് ആണല്ലോ മെയിൻ പ്രൊഡക്റ്റ് എന്നുള്ളതുകൊണ്ട് വിൻഡോസിൻ്റെ രൂപത്തിലാണ് മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയെന്ന്. പക്ഷേ അല്ല, വിൻഡോസ് അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് ലോഗോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതിലുപരി അവർക്ക് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഓഫ് പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് കാണിക്കാനും കൂടെയാണ് പല നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലൈഫ്സ് ഗുഡ് അഥവാ LG എന്ന് പറഞ്ഞ കമ്പനി അൺഫോർച്ചുനേറ്റ്ലി മൊബൈൽ സെഗ്മെന്റിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവായി എങ്കിൽ പോലും അപ്ലയൻസസ് സെക്ഷനിൽ വളരെ വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു LGയുടെ ലോഗോ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ Lഉം Gയും എഴുതിയിട്ടുണ്ടെങ്കിലും അത് ഒരു സ്മൈലി ഫേസ് ആയിട്ടും കൂടി നമ്മൾക്ക് യോജിപ്പിക്കാം. സോണി എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന ഏറ്റവും ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രീമിയം സെഗ്മെന്റ് ഓഫ് ലാപ്ടോപ്സ് ആണ് വയോ എന്ന പേരിൽ വരുന്നത്. ഈ വയോ എന്ന് പറഞ്ഞ ലാപ്ടോപ്പിന്റെ ആ ഒരു ലോഗോ നോക്കിക്കഴിഞ്ഞാൽ VAIO എന്ന് എഴുതിയിരിക്കുന്നതിലുപരി ഏറ്റവും ആദ്യം കാണുന്ന ആ ഒരു VNA ഇതൊരു അനലോഗ് സിഗ്നലിനെയും ഐയും ഓനെയും 1ഉം 0ഉം ഒരു ഡിജിറ്റൽ സിഗ്നലിനെയും സൂചിപ്പിക്കുന്നതായിട്ടാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ചെക്ക് ചെയ്തൊക്കെ കുറേയധികം വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.